ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആട് വളർത്തലിൽ ലാഭം മാത്രം കണ്ട ഒരു വീട്ടമ്മയാണ്. അമ്മ മറ്റുള്ളവരിൽ നിന്ന് പറ്റിക്കപ്പെടാതിരിക്കാൻ സ്വന്തമായിട്ട് കച്ചവട സാധ്യതകൾ വരെ കണ്ടെത്തിയ ആളാണ്. ഹായ് ഫ്രണ്ട്സ്, പ്രിയ സനശ്രീ വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആടിനെയൊക്കെ വളർത്തുന്ന ഒരു വീട്ടമ്മയാണ്, ഒരു കർഷകയാണ്. ചേച്ചിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചേച്ചി, ഇവിടെ എത്ര പേരുണ്ട്? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാവോ ഞങ്ങളുമായിട്ട്? ആട് വളർത്തുന്നത് ഞാന് ആടിനെ 10-15 വർഷം കൊണ്ട് വളർത്തുന്നതാ. 15 വർഷമായിട്ട് വളർത്തുന്നുണ്ടല്ലേ? എങ്ങനെയാ ഇത് ലാഭകരമാണോ ചേച്ചി നോക്കിയിട്ട്? ആട് വളർത്തൽ ഒരിക്കലും നഷ്ടമല്ല. ആടിനെ എപ്പോഴും വളർത്തുന്നത് ലാഭമാണ്. ഇവിടെ ഇപ്പൊ എത്ര പേരുണ്ട് കൂട്ടില്? ഇവിടെ ഇപ്പൊ കൂട്ടി 2 പേരുണ്ട്. ഒരു തള്ളയുണ്ട്, 2 കുട്ടിയുണ്ട്. ചന നിറച്ച ഒരെണ്ണമുണ്ട്. ഇത് ചന നിറച്ചതാ. അല്ലാതെ 3 പേരുണ്ട്. 3-4 പേരുണ്ട് അല്ലേ? ഇവർക്ക് എങ്ങനെ തീറ്റക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ? തീറ്റ ഇവിടെ ഇഷ്ടംപോലെ പുല്ലൊക്കെ ഉണ്ട്. പുല്ലൊക്കെ കൊടുക്കുക. 2 നേരം കാലിത്തീറ്റ ഇവർക്ക് അസുഖങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ എന്താണ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ അസുഖം വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ആടിനൊന്നും ഇതുവരെ അസുഖമൊന്നും വന്നിട്ടില്ല. എന്നാലും ദഹനക്കേടോ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയൊക്കെ വരുവാന്ന് ഒരു ശകലം സോഡാപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം കൊടുക്കും. പിന്നെ ഈ അയമോദം ഉണ്ടല്ലോ, അത് മേടിച്ചിട്ടിട്ട് അതിനകത്ത് കഞ്ഞിക്കകത്തിട്ട് കൊടുക്കും. അരിയിട്ട് കഞ്ഞി വെച്ച് എല്ലാവർക്കും കൂടെ പിണ്ണാക്കും ഒക്കെ ഇട്ട്. എല്ലാരും പറയുന്നത് കഞ്ഞി വെച്ച് കൊടുക്കരുത്, ആടുകൾക്ക് കഞ്ഞി കൊടുക്കരുത് എന്നാ പറയുന്നത്. ആടിന് കഞ്ഞി കൊടുക്കണം, ആടിനും പശുവിനും കഞ്ഞി കൊടുക്കാൻ പറ്റും. കഞ്ഞി കൊടുക്കുന്നതേ ഉള്ളൂ, കുറച്ചേ കൊടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് കുറച്ച് കൊടുക്കണം. ആടിന് കഞ്ഞി നല്ലതാ. പുഷ്ടിപ്പെടാനൊക്കെ നല്ലതാ കുട്ടികൾക്ക്. അപ്പൊ അമിതമായിട്ട് കൊടുക്കരുത്. കൊടുക്കുമ്പോൾ ഇത് ഏനക്കേടൊക്കെ ഉണ്ടാകുന്നതാ. അപ്പൊ അതിനകത്തിലേക്ക് ഇച്ചിരി അയ്മോദകം ചേർത്ത് കൊടുക്കണോന്നാ ചേച്ചി പറയുന്നത് കേട്ടെ. എന്നെ പോലുള്ള പുതിയ കർഷകർക്കൊക്കെ ചേച്ചിയെ പോലുള്ളവരുടെ അറിവുകളൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ആട് മാത്രമല്ല ചേച്ചിക്ക്, കോഴികളുണ്ട്, പശുവുണ്ട്, പട്ടിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചേച്ചി എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്നുകൂടെ വിശദമായിട്ടൊന്ന് പറഞ്ഞു നോക്കെ. ഞാൻ ചോദിക്കാതെ തന്നെ അങ്ങ് വിശദീകരിച്ചോളൂ. ആട് വളർത്തൽ എന്ന് പറഞ്ഞാൽ ഞാൻ 15 വർഷം കൊണ്ട് വളർത്തുക. നമുക്കിപ്പോ ഒരു അത്യാവശ്യം വന്നൊരു 10,000 രൂപയുടെ അത്യാവശ്യം വന്നു ഒരു ആടിനെ പിടിച്ചു കൊടുക്കുക. കച്ചവടക്കാരും വന്ന് കളിപ്പിച്ചോണ്ട് പോകാതെ നോക്കിയാ മതി. അല്ലാതെ നമ്മൾ നേരിട്ട് പാർട്ടിക്കൊക്കെ കൊടുക്കുന്ന നല്ല വില കിട്ടും ആടിന്. ഇപ്പൊ എല്ലാരും ക്രോസ് ബ്രീഡ് ആടുകളെ വളർത്തും. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് എല്ലാ ആടും ഉണ്ടായിരുന്നു. ബീറ്റല്, ക്രോസ് ബ്രീഡ് എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ഒരു തവണ വന്നപ്പോ കണ്ടായിരുന്നു കുഞ്ഞൊരു അതേതായിരുന്നു, ബാർബേറിയനോ അങ്ങനെ ഒരു കുഞ്ഞന് ആടിന് ഇവിടെ നിൽക്കുന്നുണ്ട്. അതുണ്ടായിരുന്നു ആട് ഒത്തിരി. ഇവിടെ വലിയ കൂടുമൊക്കെ ആയി ഇഷ്ടംപോലെ ആടുണ്ടായിരുന്നു. ഞാൻ വെളിയിലൊന്ന് പോയി മോടെടുത്ത്, അതുകൊണ്ടാണ് കൊടുത്ത എല്ലാരെയും കൊടുത്ത. അല്ലാതെ അതുങ്ങളെ ഒന്നും കിട്ടാനേ ഇല്ല. ആട് കുറവാണ്. അതിനൊക്കെ നല്ല വിലയുമാണ്. ഇപ്പൊ നല്ല വില കിട്ടുന്നുണ്ട് അല്ലെ? പുതിയ കർഷകർക്കൊക്കെ ആട് കൃഷിയിലേക്ക് ധൈര്യമായിട്ട് വരാൻ കേട്ടോ. ഇപ്പൊ ആടുകൾക്കൊക്കെ നല്ല വില വീഴുന്നുണ്ട്, നല്ല ഇതുണ്ട്. അപ്പൊ ഒരു കുട്ടിയൊക്കെ മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു ഒരു വീടായ ഒരു ആട് വേണം. നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കാനും അത് തന്നെയല്ല നമുക്ക് അത്യാവശ്യത്തിന് ഉള്ള കാര്യങ്ങളൊക്കെ. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു ആടുണ്ടെങ്കിൽ ഏറ്റവും നല്ല. അത്യാവശ്യത്തിന് ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടാതെ നമുക്ക് 10 രൂപ കിട്ടും അല്ലേ? നമുക്കൊരാവശ്യം എമർജൻസി പെട്ടെന്ന് വന്ന് ഇതിലൊരാളെ പിടിച്ചിറക്കി കൊടുത്താലും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ആരോടും കടം മേടിക്കണ്ട. പിന്നെ അതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു സമയം എടുക്കുകയും വേണ്ട. രാവിലെ എന്തേലും കുറച്ച് തീറ്റി കണ്ടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അത് മതി അവർക്ക്. 5 ആടുണ്ടെങ്കിലും ഒരു 2-3 തോള് തീറ്റി ഉണ്ടെങ്കിൽ അത് മതി. നമ്മുടെ കയ്യത്തൊക്കെ ഇഷ്ടം പോലെ പുല്ലുണ്ടല്ലോ, അതെല്ലാം അറുത്ത് ഇത് കൊണ്ടുവന്നിട്ട് കൊടുത്താൽ മതിയല്ലോ. പിന്നെ രാവിലെ ഒരു സമയം വെക്കണം. രാവിലെ ഒരു 8 മണിയാകുമ്പോ ഒരു പിടി തീറ്റി കെട്ടി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കടിയും കഞ്ഞിയെല്ലാം കൂടെ കൊടുക്കണം. ഒരുപാട് കൊടുക്കാൻ പാടില്ല. കൂടൊക്കെ ഒന്ന് തൂത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അന്നത്തെ പണി കഴിഞ്ഞു. പിന്നെ 3 മണി വരെ അവരുടെ സമയം. പശുക്കളെ ആകുമ്പോ അവരെ കുളിപ്പിക്കാൻ പോണോ, അവരുടെ ആണോ പറഞ്ഞ ഒരുപാട് പണികളുണ്ടല്ലേ, അതിനെ കറക്കാൻ പോണം, ഇങ്ങനെയൊക്കെയുള്ള. പക്ഷെ ആടുകളെ വളർത്തുന്ന എന്താ വെച്ചാൽ ആർക്കും പുതിയതായിട്ട് ഈ മേഖലയിലോട്ട് എളുപ്പം വരാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ ആട് വളർത്തൽ. ഒരിക്കലും നഷ്ടം വരുന്നില്ല. വെറുതെ ആൾക്കാർ പറയുന്നത്. കാരണം ഞാൻ വളർത്തുന്നിടത്തോളം എനിക്കറിയാം ആട് വളർത്തൽ ഒരിക്കലും നഷ്ടമേ ഇല്ല. അത് ലാഭം തന്നെയാണ്. ഇപ്പൊ നല്ല വിലയുണ്ട് ആടിന്. ചേച്ചി എടുത്ത് മറിച്ച് ചന്തക്ക് കൊടുക്കുന്നുണ്ട്. ആടുകളെ ഞങ്ങള് ചെന്നിട്ട് ഒരുവിധം കർഷകർക്ക് വില കൊടുത്തും വെച്ച് ഞങ്ങൾ ആടിനെ എടുക്കും. അല്ലാതെ വെറുതെ എടുത്തോണ്ട് പോയില്ല. ആടുണ്ടെങ്കിൽ ഒരു കുട്ടിക്കാന്നേലും ഇപ്പൊ ക്രോസ് ബ്രീഡ് ആടുകളാണെങ്കിലേ ഒരു 4-5 മാസം ആകുമ്പോൾ 10 രൂപ കിട്ടും. മേപ്പോട്ട് കിട്ടും.
ഈ നാടനാടാകുന്ന ഉടനെ ഒരു 5 രൂപ 4 രൂപയൊക്കെ വീഴത്തുള്ളൂ. ക്രോസ് ബ്രീഡാണ് നല്ലത്. ഏറ്റവും പക്ഷെ നല്ലത് നാടനിലല്ലേ ചേച്ചി കൂടുതൽ കുട്ടികൾ ഉൽപാദനം ഉണ്ടാവുന്നത്? നാടനാടിന് 2 കുട്ടി 3 കുട്ടിയൊക്കെ വീഴുന്നുണ്ട്. 2 കുട്ടി കാണും. കുട്ടിയാണ് അതേസമയം ക്രോസിന് എപ്പോഴും ഒന്ന് അല്ലെങ്കിൽ 2 കുട്ടിയുണ്ട്. കുട്ടി കിടക്കുന്ന 2 പെൺകുട്ടികളാ അവര്. 2 പെൺകുട്ടികൾ. നല്ല ബ്രീഡ്. നല്ല ബ്രീഡ്. അപ്പൊ ഇവര് എങ്ങനെയാ ചനയാണോ ഇപ്പൊ നിക്കുന്നവര്? അവള് ചനയാ. കറുത്ത അവള് ചനയായിട്ടിരിക്കല്ലേ. ഇവളെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് അവളെ ഇറക്കാം. ഇവളും ചന നിറച്ചിരിക്കും. കുഞ്ഞിക്കുട്ടീസുകളൊക്കെ ഉണ്ട്. ഇത് ക്രോസ് ബ്രീഡാടാ അവര്. ക്രോസ് ബ്രീഡാണ്. അവരുടെ മക്കളാണ് ഈ നിൽക്കുന്നത്. അവര് 2 പേര്. ഇപ്പൊ എത്ര ദിവസമായി ഇവരായിട്ട്? അവരൊരു മാസം കഴിഞ്ഞ കുട്ടികളാ. മാസം കഴിഞ്ഞ കുട്ടികൾ. എന്ന് വെച്ചാൽ വലിയ ഹൈടെക് രീതിയിലുള്ള കൂടോ കാര്യങ്ങളോ ഒന്നും അല്ല ചേച്ചി ചെയ്തിരിക്കുന്നത്. എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് ഭയങ്കര ഹൈടെക് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഭയങ്കര ഇതിൽ ചെയ്യുമ്പോഴാണ് നമ്മളത് സക്സസ് അല്ലാതായി പോകുന്നത്. കുറച്ച് എപ്പോഴും ഏത് നമ്മൾ ഒരു മേഖലയിലോട്ട് ഇറങ്ങി വരുമ്പോഴും നമ്മളത് ചെറിയ രീതിയിൽ ചെയ്യണം. ചെറിയ രീതിയിൽ ചെയ്ത് അത് ഉയരുന്നതിനനുസരിച്ച് നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് വേണ്ടുന്നത്. അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് വലിയൊരു ഹൈടെക് കൂടും വെച്ച് അതിനകത്ത് കുറെ ആടിനെ മേടിച്ചിട്ടു എന്നിട്ട് അതിലേക്ക് 2 പണികാരെയൊക്കെ നിർത്തി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവത്തില്ലല്ലേ ചേച്ചി? നമ്മള് തന്നെ ചെയ്യണം കാര്യങ്ങൾ അല്ലേ? എന്ത് പറ്റി, കുരുങ്ങിപ്പോയോ? അവിടെ ഇവള് ചനപ്പുറത്തല്ലേ വീടല്ലേ ചേച്ചി? ഇവക്ക് 2 കുട്ടിയുണ്ട്. അവിടെ കുട്ടികളാ. അവിടെ കുട്ടികളെ പ്രസവിച്ചിരിക്കുക. കൂടി പോവോ? ഇല്ല, അവരൊക്കെ മാറിക്കുമോനെ. അപ്പൊ ഇവളുടെ കുട്ടികളാണ് ആ കാണുന്നല്ലേ ചേച്ചി? അവിടെ കുട്ടികൾ. അല്ല, ഞാൻ പറഞ്ഞതിനോട് ചേച്ചിക്ക് എന്താ അഭിപ്രായം? വലിയ ഹൈടെക് ഇപ്പൊ ഓരോ മേഖലയിലോട്ട് വരുന്നവർ ആദ്യം ഭയങ്കര ഹൈടെക് രീതി വരുമല്ലേ? അത് നഷ്ടം വരുന്നത്. 1,00,000 കൊടുത്ത് കൂടടിച്ച് 10 ആടിനെ എടുത്ത് ഒരു ജോലിക്കാരൻ വെച്ച് കഴിയുമ്പോ മടുക്കും. അത് വേണ്ട. നമുക്ക് ഒരു 2 ആടോ 3 ആടിനെയോ മേടിച്ചിട്ട് ചെറിയ രീതിയിൽ ഈ പട്ടികയോ അല്ലെ കവുങ്ങിന്റെ ഇതോ ഇട്ടൊരു കൂടടിച്ചാ മതി. അതിലധികം കിടന്നോളുമല്ലോ. നമ്മൾ ഇതൊക്കെ എപ്പോ വേണേലും നിർത്താവുന്ന കാര്യങ്ങളല്ലേ? ഇത് നമ്മൾ ആജീവനാന്തം നമ്മുടെ കൂടെ കൊണ്ടു നടക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് കൊണ്ടു നടക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ എപ്പോ വേണേലും സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് വലിയ ഹൈടെക് കൂടി ഞങ്ങളുടെ വീഡിയോ റെഡി വന്നിട്ട് ആരും പറയണ്ട ഇത് നാട് വളർത്തൽ നഷ്ടമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കമന്റ് പറയാൻ വരണ്ടാന്ന് തന്നെ ഞാൻ പറയുക. കാരണം എന്താണെന്നറിയാം, ഞങ്ങൾ പറഞ്ഞു തരുന്ന രീതി സിമ്പിൾ ആയിട്ട് ചെയ്യാനാ പറയുന്നത്. അതായത് കുഞ്ഞു രീതിയിൽ ഒരു കൂട് പണിഞ്ഞ് അതായത് ചെറിയ രീതിയിൽ ചെയ്യാനാ പറഞ്ഞു തരുന്നത്. ഈ ചെറിയ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമല്ല. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ചേച്ചി തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ചന്തയിൽ പോയ ആടിനെ എടുക്കാതെ കർഷകരോട് തന്നെ ആടുകളെ വാങ്ങിച്ച് വളർത്തണം. അപ്പം അസുഖമൊന്നും ഉണ്ടാകത്തില്ല. അത് തന്നെയല്ല, ചന്തയിലെ ആടിനെ കൊണ്ടൊന്നും ഒരിക്കലും വളർത്താൻ ശ്രമിക്കരുത്. എന്നാന്ന് ചോദിച്ചാൽ ചന്തയിൽ ഒരുപാട് പേര് വന്ന് ഇതിന്റെ മുതുകിന് പിടിക്കും. അപ്പൊ അവിടെ ഒരു ചതവ് വരും. എപ്പോഴായാലും ചന്തയിലെ ആൾക്കാരെ അറിയാമല്ലോ. എപ്പോഴും കർഷകരോട് മേടിക്കുക, വീടുകളിൽ നിന്ന് മേടിക്കുക. അതാണ് നല്ലത്. നമ്മൾ കർഷകരെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക. ചേച്ചി ഇത് ചന്തയ്ക്ക് പോകുന്നതായോണ്ട് ചേച്ചിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. അതേസമയം എനിക്കാണെങ്കിൽ ഇതേപ്പറ്റി അറിയത്തില്ല, ഉള്ളത് പറയണമല്ലോ. ഞങ്ങൾ ഇട്ടേക്കാനുള്ള ആടുകളെ ഒരിക്കലും ഈ അല്ലാത്ത കൊണ്ടുവരുന്ന ആടിന്റെ കൂടെ ഇടത്തില്ല. ഇല്ല, മാറ്റിയിടും. അപ്പൊ വീടുകളിൽ നിന്ന് നിങ്ങൾ ഇതിനെ എടുത്തിട്ട് ചന്തയ്ക്ക് നല്ല ആടുകളാണ് ഇട്ടേക്കുന്നത്. നല്ല വീടാണെങ്കിൽ എടുക്കും. ആദ്യം എനിക്ക് നല്ല ആടുകളുണ്ടായിരുന്നു. ഒരു 10-15 ആടുണ്ടായിരുന്നു. ഞാൻ പലരും വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്താ കേട്ടോ. ഞാനിങ്ങനെ ഇതിപ്പോ ഞാൻ മേടിച്ചിട്ടുണ്ട് ചേച്ചിയോട് ഒരാട്. ഇതിന് 25,000 രൂപയായി. ഈ 2 കുട്ടിയും തള്ളയും കൂടെ. 25 അല്ലേ? 25 രൂപ. ഇപ്പൊ അന്ന് കൊണ്ടുവന്നപ്പോ ഇച്ചിരി പെട്ടതാ. ഇത് ക്രോസ് ബ്രീഡാ, പക്ഷെ മോഴയാടാ. മോഴയാടല്ലേ? എപ്പോഴും ഒക്കെ 2 കുട്ടിയാ. മൂന്നാമത്തെ പ്രസവം.
അപ്പൊ നമ്മൾ കഴിവതും അറിയുന്നവരോടും അല്ലാതുള്ളവരോടും വീടുകളിൽ നാടിനെ വീടുകളിൽ നാടിനെ എടുത്ത് ചന്തയിൽ നിന്ന് മേടിച്ച് വളർത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ അസുഖങ്ങളൊക്കെ ഉണ്ട്. എന്റെ ആടിനൊന്നും ഒരു അസുഖം ഇതുവരെയും വന്നില്ല. ഒരു പനി പോലും ഇത്രയും മഴയായിട്ട് ഒരു പനി പോലും വന്നില്ല. ദൈവമേ വരാതിരിക്കട്ടെ. അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ആട് വളർത്തൽ എപ്പോഴും നല്ലതാ. ഒരു വീട്ടമ്മയ്ക്ക് ഒരു ആടുണ്ടെങ്കിൽ നല്ലത് തന്നെ. നല്ലത് തന്നെ. ഞാൻ ആ അഭിപ്രായം പറയുന്നത്. എന്നാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാനും അതേ അഭിപ്രായം പറയും. എനിക്ക് നഷ്ടം വരുന്നില്ല. കാരണം നമുക്കൊരു പൈസക്ക് പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ ഇതിനെ 2 ഇറക്കി കൊടുത്താൽ നമുക്ക് ആരുടെ അടുത്ത് പോകാതെ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലേ. ഒരു 5 ആടുണ്ടെങ്കിൽ ഒരു 5 കിലോ തീറ്റി മേടിച്ചു കഴിഞ്ഞാല് അത് ഒരാഴ്ച കൊടുക്കണം. ഒരാഴ്ച കൊടുക്കും. ഒരുപാട് കാലിത്തീറ്റ കൊടുത്ത ആട് നന്നാകത്തില്ല. അങ്ങനെ കൊടുക്കേണ്ട കാര്യമേ ഇല്ല. വേണ്ട. കുറച്ച് ഒരു 1/2 കിലോ തീറ്റി അങ്ങോട്ട് ഇടുക. ഒരു ശകലം കഞ്ഞി വെച്ചത് ഇടുക. ഇച്ചിരി തവിടിടുക, ഉപ്പിടുക. ആഴ്ച 2 ദിവസം ഇച്ചിരി അയമോദോ ഇച്ചിരി മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കമഞ്ഞള് ഇടിച്ചിട്ട് കൊടുക്കാമേ നല്ലതാ. പനിയൊന്നും വരത്തില്ല. പിന്നെ അങ്ങനെ കുറേശ്ശെ കൊടുത്താൽ മതി. ആടിന് അളവിൽ കൂട്ടി ഒരിക്കലും കൊടുക്കണ്ട. പിന്നെ കുറെ അളവിൽ കൂട്ടി തീറ്റ കൊടുത്താൽ ഇത് ചാണകം പോലെ ഇട്ട് പോകത്തേ ഉള്ളൂ. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുഴുക്കയായിട്ട് പോകുന്ന ആടുകളാണ് ആരോഗ്യമുള്ള. അല്ലാതെ നമ്മള് ചാണകമായിട്ട് ആട് കാഷ്ടം ഇടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചോണം. അതിന് പെട്ടെന്ന് തന്നെ ദഹനക്കേടിനോ എന്തെങ്കിലും അസ്വസ്ഥതയ്ക്കുള്ള കാര്യമാണ്. കാരണം ചാണകമായിട്ട് അമിതമായി തീറ്റ കഴിക്കുമ്പോഴാണ് ചാണകമായിട്ട് ഇടുന്നത്. അത് അമിതമായി തീറ്റ കഴിക്കുന്നത് കൊണ്ട് നല്ലതല്ലെന്നാ പറയുന്നത്. ഇതിനെന്തോ ഒരു കണക്കുണ്ട് ഈ പുഴുക്ക ഇടുന്നതിന് തന്നെ എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്ക് ഒരുപാട് തീറ്റ കൊടുക്കാൻ പാടില്ല. പുഴുക്കയായിട്ട് തന്നെ ഇടണം. പശുവിന് കൊടുക്കുന്ന പോലെ ഒരിക്കലും ആടിന് അമിതമായിട്ട് തീറ്റ കൊടുക്കണ്ട. വൈകിട്ട് കൊടുക്കുമ്പോ ഇച്ചിരി കുറുക്കി അങ്ങ് കൊടുത്തേക്കണം. ഉച്ചക്ക് ഇച്ചിരി വെള്ളം കൊടുക്കണം. പച്ചവെള്ളം കുടിക്കും ആടുകളെല്ലാം. പച്ചവെള്ളം കുടിക്കും. അത് ഉച്ച സമയത്ത് പച്ചവെള്ളം കൊടുക്കണം. ചിലര് പുളിയരി അത് ഇതെല്ലാം വേവിച്ച് കൊടുക്കും. എന്തിനാ കാശ് കളയുന്നത്? ഞാൻ പുളിയരി വേവിക്കത്തേ ഇല്ല. ഞാൻ 4 അരി അങ്ങോട്ട് ഇടും, കഞ്ഞി വെക്കും. അല്ലെ 2 ഗ്ലാസ് അരി ഇട്ട് കഞ്ഞി വെക്കുക. അത് വെന്ത് കഴിയുന്ന 2 തവണ കൊടുക്കും ഞങ്ങൾ. വൈകിട്ട് കുറച്ചേ കൊടുക്കത്തുള്ളൂ. രാവിലെ കൊടുക്കും ഇച്ചിരി. എല്ലാവർക്കും ഓരോ വിരമരുന്നും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് 3 ആഴ്ച കഴിഞ്ഞപ്പോ വിരമരുന്ന് കൊടുക്കും. ഇനിയിപ്പോ 1 മാസം കഴിയുമ്പോ ഒന്നുകൂടെ കൊടുക്കും. ഇവള് പ്രസവിച്ചൊരു 20 ദിവസം ഒക്കെ ആയപ്പോ വിരമരുന്ന് കൊടുക്കും. അങ്ങനെ കൊടുക്കും. എങ്ങനെ ഇപ്പം ഇവിടുത്തെ കോഴിപ്പിള്ളേരുടെ ഇവിടെ 2 താറാ പിള്ളേർ ഇവരെയൊക്കെ വന്നവരോട് മേടിച്ചാ വണ്ടി? ഞാൻ ചുമ്മാ മേടിച്ചിരുന്ന ഒരു രസത്തിന്. രസമല്ലേ ചേച്ചി? ഞാൻ ചോദിച്ചോ. പിന്നെ കോഴി ഉണ്ട്. മുട്ടയ്ക്ക് ഇപ്പൊ എത്ര രൂപയാ അല്ലേ? നമ്മുടെ ഒന്നുമില്ലേ, നമ്മുടെ കാര്യങ്ങള് അതില് പരിസരം വൃത്തിയായി കിടക്കുകയും ചെയ്യും. ഇവര് കൊത്തിപ്പറക്കി തിന്നോളും. പിന്നെ കോഴി ഉണ്ടെങ്കിലേ ഈ ആട്ടുംകൂടിന്റെ കീഴ് ചീച്ചിടും. നമുക്ക് വലിയ പണി വരുന്നില്ല. നമുക്ക് മുട്ടയും കഴിക്കാം. അവരത് ഉണക്കി തോർത്തിയിട്ട് തന്നോളും. ഈ ആട്ടുംപുഴുക്കൊക്കെ നമുക്ക് സെയിലാക്കാൻ പറ്റത്തില്ലേ? എങ്ങനെ ഈ ആടിൽ നിന്ന് പാല് വിൽക്കുന്നുണ്ടോ? അതോ എന്തൊക്കെ വരുമാനങ്ങളാണ് ആടിൽ നിന്ന് ചേച്ചി കണ്ടെത്തുന്നത്? ഞങ്ങൾ പാല് കറന്നെടുക്കത്തില്ല, കുട്ടികൾക്ക് കൊടുക്കും. പിന്നെ പുഴുക്ക കൊടുക്കും. 250 രൂപ ഒരു ചാക്കിന്. 250. അത് വാരിയിട്ട് കൊടുക്കും. അരി വാരിയിട്ട് കൊടുക്കും. ചാക്കിനകത്ത് കുട്ടികള്. പക്ഷെ ഞാൻ നേരെ തിരിച്ചു കൂടെ ചെയ്യും കേട്ടോ. എന്താണെന്നറിയാമോ? നമുക്ക് ആട്ടുംപാലിന് ചെലവുണ്ട്. അപ്പൊ ഞാൻ ആട്ടുംപാല് കൊടുക്കുന്നുണ്ട്. ആട്ടുംപാലും കൊടുക്കും, പുഴുക്കയുടെ ഇത് കിട്ടുന്നുണ്ട്, പിന്നെ കുട്ടിക്ക്. അപ്പൊ ഒരു തള്ളയാട് പ്രസവിച്ച കാരണം എന്റെ പാലുള്ള ഒരു ആടായിരുന്നു ഇപ്പൊ നിൽക്കുന്നത്. ഒരു കുട്ടിയെ ഉള്ളതാനും അതുകൊണ്ട് പാല് മീതി വരും. അപ്പൊ ഞാനൊരു 1/2 ലിറ്റർ പാല് വീതം ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. ആ പാലും കൊടുക്കും. ആ പാലിന്റെ വില കൊടുത്ത് എനിക്ക് അടുത്ത പ്രാവശ്യം ആടിനെ ക്രോസ് ചെയ്യിക്കാൻ പറ്റും. 3 മാസം പാല് കൊടുക്കുമ്പോ പോട്ടെ, ക്രോസ് ചെയ്യിക്കാനുള്ള പൈസ കിട്ടി. ഞാൻ ക്രോസ് ചെയ്യിക്കാനെ കൊണ്ടങ്ങ് നിർത്തുവല്ലേ ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ കൊണ്ട് ക്രോസ് ചെയ്തിട്ട് പോരുമല്ലോ. ക്രോസ് ചെയ്തിട്ട് പെട്ടെന്ന് കൊണ്ടുപോരുവാണെങ്കിൽ അവർ അധികം പൈസ മേടിക്കത്തില്ല. അതെല്ലാം നമ്മൾ നിർത്തി 1 മാസത്തേന് നിർത്തിയിട്ട് പോരുവാണെങ്കിൽ 2000 രൂപയാകുന്നുണ്ട്. അപ്പൊ ആ 2000 രൂപ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇങ്ങനെ പാല് കൊടുക്കുന്ന വകുപ്പിലെങ്കിൽ കിട്ടും. പിന്നെ തീറ്റയ്ക്കുള്ള പൈസ ചില്ലറയാകും. അങ്ങനെ കൂടെ ഒരു ട്രിക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കർഷകർ നഷ്ടമാന്ന് പറയുന്നത്. ആടുകൾക്ക് ഒരുപാട് തീറ്റ കൊടുക്കും. ഓവറായിട്ട് തന്നെ കയറും. എന്നും ഒരേ അളവിനെ തീറ്റ കൊടുക്കാവും. കുട്ടികളാണെങ്കിൽ തള്ളയുടെ കൂടെ കഴിച്ചോളുമല്ലോ. അവര് പിന്നെ വളരുമ്പോഴാണേലും തള്ളയുടെ കൂടെ കഴിക്കും. അപ്പൊ ഇവരെയൊക്കെ ആയിട്ട് ചേച്ചി ഹാപ്പി ആയിട്ട് പോട്ടെ. അസുഖങ്ങള് നീനോ നെണ്ണോ ഒന്നും ഇല്ലാതെ ഇവരൊക്കെ സന്തോഷത്തോടെ ഇരിക്കുമ്പോ ഇവരുടെ കൂടെ ഇരിക്കുമ്പോഴേ. പശുവിനെ കൊടുത്തോ? പശുവിനെ ഞാൻ ഈയിടെ ഒന്ന് കൊടുത്ത് എന്റെ കൈ ഒന്ന് പൊട്ടി. ഷുഗറുണ്ട്. അപ്പം സന്തോഷമായിട്ട് പോട്ടെ. ഞങ്ങളോട് ഇത്രയും നേരം സഹകരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.